അയ്യോ വല്ല സംശയമുണ്ടോ? PR കൊണ്ട് ഇപ്പം നടക്കാൻ വയ്യാതായിട്ടുണ്ട്. ഇപ്പം PR-ന്റെ കളിയാണ്. എന്നാലും ഇങ്ങനെ ഒരു അബദ്ധം ഗോവിന്ദൻ മാസ്റ്റർക്ക് പറ്റിയല്ലോ എന്നുള്ളതിൽ എനിക്ക് സഹതാപമുണ്ട്. ആ പെൻഷൻ്റെ കാര്യം കേട്ട ആളുകൾ വീട്ടിൽ നിന്ന് ചിരിക്കുകയാണ് എല്ലാവരും. ആരാണ് ഈ നികേഷ്? ആരാണ്? എനിക്കറിയില്ല ഒരാളിനെ. അങ്ങനെ രാഷ്ട്രീയ നേതാവായ നികേഷിനെ എനിക്കറിയില്ല. അങ്ങനെ ആളുണ്ടാവും. പത്രപ്രവർത്തകനായിരുന്ന ആളിനെ അറിയാമായിരുന്നു എനിക്ക്. അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പം പറയണം. അന്ന് പത്രപ്രവർത്തകനായിരുന്നുകൊണ്ട് പറഞ്ഞ പല കാര്യങ്ങളും നികേഷ് ഇപ്പോഴും ഓർക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. ആ ആ ആ ആ പഴയ ഞങ്ങളുടെ കയ്യിലുണ്ട് പഴയ കാര്യങ്ങളെല്ലാം. അതിലേക്കൊന്നും ഞാൻ വ്യക്തിപരമായി ഞാനൊന്നും പറയുന്നില്ല. അതാണ് പണ്ട് ന്യൂസ് നൈറ്റിലൊക്കെ ഇരുന്നുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഓർക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. സ്ഥാനാർത്ഥി പട്ടിക വേഗത്തിലാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ വരും. അല്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കട്ടെ. സാധാരണഗതി ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമല്ലോ. അതേ രീതി ആയിരിക്കും ഇത്തവണ. പ്രേംകുമാർ, സുരേഷ്, അങ്ങനെ പല പേരുകളും ഇപ്പോൾ UDF-ന്റെ പട്ടികയിലേക്ക് വരികയാണ്. അതൊക്കെ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതുകൊണ്ടാണോ? അവിടെ നിന്ന് അസംതൃപ്തരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണോ? അങ്ങനെയല്ല. ധാരാളം ആളുകൾ ഇപ്പോൾ ഇടതുമുന്നണിയുടെ നയങ്ങളിൽ പ്രതിഷേധിച്ച് ധാരാളം വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഒക്കെ UDF-ലേക്ക് വരാൻ ആഗ്രഹമുണ്ട്. വരുന്നവരെല്ലാം സ്ഥാനാർത്ഥിയാണെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. അങ്ങനെ ആരും സ്ഥാനാർത്ഥിത്വം ഒന്നും ചോദിച്ചിട്ടില്ല. അവരാരും സ്ഥാനാർത്ഥികളാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമില്ല. അപ്പോൾ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ളത് പാർട്ടിയുടെ ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൽ തീരുമാനിക്കും. അല്ലാണ്ട് ഞങ്ങൾക്ക് ഏതായാലും സ്ഥാനാർത്ഥികളുടെ ക്ഷാമം ഇല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിൻ്റെ കാര്യമില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മണിശങ്കർ അയ്യർ കഴിഞ്ഞ ദിവസം പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും പിണറായി വരുമെന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കേന്ദ്രമന്ത്രിയാണ്, മുതിർന്ന നേതാവാണ്. മണിശങ്കർ അയ്യരെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്, ഒരു സംശയവും വേണ്ട. ഇനി ഇലക്ഷൻ ആകുമ്പോഴും അദ്ദേഹത്തെ കൊണ്ടുവരാൻ പരിപാടി ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പാകുമ്പോൾ കോൺഗ്രസിന് എതിരാളികൾ ആരുണ്ടോ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ജോലിയാണുള്ളത്. എന്താണെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണിത്. അവർക്ക് ഇന്ധനം കൊടുക്കുക. ആര് കോൺഗ്രസിനെ എതിർക്കുന്നോ അവർക്ക് ഇന്ധനം കൊടുക്കുന്ന ജോലിയാണ് ഇദ്ദേഹത്തിനുള്ളത്. അതൊന്നും കേരളത്തിൽ വിജയിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് മണിശങ്കർ അയ്യർ ആരാണെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല.